ഒരു ചെറിയ പട്ടണത്തിൽ രണ്ട് ബാല്യകാല സുഹൃത്തുക്കളായ രോഹനും അർജുനും അവരുടെ ഭാവി കെട്ടിപ്പടുക്കുന്നതിനായി ഒരു യാത്ര ആരംഭിച്ചു. രണ്ടുപേർക്കും വിജയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവരുടെ സമീപനങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു. രോഹൻ ഉച്ചത്തിൽ സംസാരിക്കുകയും അമിതമായി സംസാരിക്കുകയും ചെയ്തു. വിജയം വിജയകരമായി കാണപ്പെടുന്നതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതിനാൽ ഓരോ ചെറിയ വിജയവും അദ്ദേഹം ആഘോഷിച്ചു. ആദ്യ ലാഭം നേടിയപ്പോൾ അദ്ദേഹം വിലയേറിയ വസ്ത്രങ്ങൾ വാങ്ങി. ഒരു കരാർ നേടിയപ്പോൾ അദ്ദേഹം ഒരു പാർട്ടി നടത്തി. ആളുകൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. അദ്ദേഹത്തെ വളർന്നുവരുന്ന താരം എന്ന് വിളിച്ചു. അവരുടെ പ്രശംസയിൽ അദ്ദേഹം ആനന്ദിച്ചു. മറുവശത്ത് അർജുൻ നിശബ്ദനും ശ്രദ്ധാലുവുമായിരുന്നു. അംഗീകാരമോ സാധൂകരണമോ അദ്ദേഹം തേടിയില്ല. രോഹൻ മറ്റുള്ളവരെ ആകർഷിക്കുന്നതിൽ തിരക്കിലായിരുന്നപ്പോൾ അർജുൻ പഠിക്കുകയും സമ്പാദിക്കുകയും വീണ്ടും നിക്ഷേപിക്കുകയും ചെയ്തു. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി വിനയമുള്ളവനായി തിരശ്ശീലയ്ക്ക് പിന്നിൽ അക്ഷീണം പ്രവർത്തിച്ചു. വർഷങ്ങൾ കടന്നുപോയി. രോഹന്റെ പ്രശസ്തി വളർന്നു. എല്ലാ സാമൂഹിക ഒത്തുചേരലുകളിലും അദ്ദേഹം തന്റെ വിജയത്തെക്കുറിച്ച് സംസാരിക്കുകയും മറ്റുള്ളവർക്ക് ഉപദേശം നൽകുകയും ചെയ്തു. എന്നാൽ മറുഭാഗത്ത് അദ്ദേഹത്തിന്റെ ബിസിനസ് തകർന്നുകൊണ്ടിരുന്നു. യഥാർത്ഥ വളർച്ചയേക്കാൾ കൂടുതൽ അദ്ദേഹം തന്റെ ഇമേജ് നിലനിർത്തുന്നതിനാണ് ചെലവഴിച്ചത്. കടങ്ങൾ കുന്നുകൂടി. ഒരിക്കൽ അദ്ദേഹത്തെ പ്രശംസിച്ച അതേ ആളുകൾ പതുക്കെ അപ്രത്യക്ഷരായി. അദ്ദേഹത്തിന് ഇനി തന്റെ ആഡംബര ജീവിതശൈലി താങ്ങാൻ കഴിയാതെ വന്നു. എന്നിരുന്നാലും അർജുൻ ശ്രദ്ധിക്കപ്പെടാതെ തന്നെ തുടർന്നു. ശ്രദ്ധ തേടാതെ കഠിനമായി അദ്ദേഹം നിർമ്മാണം തുടർന്നു. രോഹന്റെ മിന്നുന്ന ജീവിതശൈലിയിൽ മറ്റുള്ളവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ അർജുൻ നിശബ്ദമായി തന്റെ സമ്പത്ത് വികസിപ്പിക്കുകയും ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കുകയും തന്റെ കരകൌശലത്തിൽ പ്രാവീണ്യം നേടുകയും ചെയ്തു. ഒരു ദിവസം അവരുടെ പാതകൾ വീണ്ടും കൂടിച്ചേർന്നു. ഇപ്പോൾ ബുദ്ധിമുട്ടുന്ന രോഹൻ അർജുനെ അത്ഭുതത്തോടെ നോക്കി. അദ്ദേഹത്തിൽ നിന്ന് വ്യത്യസ്തമായി. ഒരിക്കലും വീമ്പിളക്കാതെ, ഒരിക്കലും കയ്യടി തേടാതെ അർജുൻ യഥാർത്ഥത്തിൽ വിജയിച്ചു. നിങ്ങൾ അത് എങ്ങനെ ചെയ്തു? രോഹൻ ഖേദം നിറഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. അർജുൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, കാരണം ഞാൻ വിജയിക്കുന്നുവെന്ന് തെളിയിക്കുന്ന എന്റെ ഊർജം ഞാൻ ഒരിക്കലും പാഴാക്കിയില്ല. യഥാർത്ഥത്തിൽ വിജയിക്കുന്നതിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആ ദിവസം രോഹൻ ഒരു വിലപ്പെട്ട പാഠം പഠിച്ചു. വിജയം വിജയിക്കുന്നതായി കാണപ്പെടുന്നില്ല. അത് യഥാർത്ഥത്തിൽ എന്തെങ്കിലും നേടുന്നതിനെക്കുറിച്ചാണ്. അത് അച്ചടക്കം, ക്ഷമ, സ്ഥിരത എന്നിവയെക്കുറിച്ചാണ്. യഥാർത്ഥ വിജയം സ്വയം പ്രഖ്യാപിക്കുന്നില്ല. അതിന് സാധൂകരണം ആവശ്യമില്ല. അത് നിശബ്ദതയിൽ വളരുന്നു. സമയം ശരിയാകുമ്പോൾ അത് സ്വയം സംസാരിക്കുന്നു.